ഹലോ ഗൈസ്, ഇന്നൊരു ബർത്ത്ഡേ വ്ലോഗാണ്. ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. കേക്കൊന്നും മണക്കുന്നില്ലല്ലോ. ഇനി ബർത്ത്ഡേ എങ്ങനെ എല്ലാവരും മറന്നു പോയതായിരിക്കുമോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണെന്ന്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഇനി എങ്ങാനും അങ്ങോട്ട് ചെന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവരെന്നോട് പറയുന്നത്, ഇന്ന് വൈകിട്ട് നിൻ്റെ വക ട്രീറ്റ് ഉണ്ട്, ടെറസ് ബൈ മക്കാവൂയിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഈ ഇടിമിന്നൽ വിട്ടുന്ന നേരത്ത് വൈകുന്നേരമായപ്പോൾ എല്ലാവരും കൂടി എന്നെയും തൂക്കിയെടുത്ത് നേരെ ടെറസ് ബൈ മക്കാവൂയിലേക്ക്. അവിടെ ചെന്നപ്പോൾ കാണാം പെരുമഴ. നല്ലൊരു ഫുഡ് സ്പോട്ട് കഴക്കൂട്ടത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ കെട്ടിടത്തിന്റെ 7ാം നിലയിലാണ് ഈ ഒരു വളരെ ഹൈറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച അതിഗംഭീരമായിരുന്നു. മഴ പെയ്യുമ്പോഴും കൂടി ആയതുകൊണ്ട് അടിപൊളി. ആരെ ഓർമ്മിപ്പിക്കേണ്ടി വന്നില്ല, അവർ തന്നെ കേക്കും ചോക്ലേറ്റും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് എന്നെ അങ്ങ് വല്ലാണ്ട് ഹാപ്പി ആക്കി കേട്ടോ. ഒത്തിരി സന്തോഷം. പിന്നെ ഒരുപാട് വൈകിപ്പിക്കാണ്ട് തന്നെ നേരെ പോയി കേക്ക് കെട്ടിയാന്ന് തീരുമാനിച്ചേ. ഇന്ന് എൻ്റെ മാത്രം ചിലവല്ല, കൂടെയുള്ള സുജിമോളുടെ കൂടിയിട്ടാണ്. കഴിഞ്ഞ 5-ാം തീയതി ബർത്ത്ഡേ കഴിഞ്ഞ് പൊടിയും തട്ടി പോയതാണ്, എന്നാലും ബർത്ത്ഡേ ചിലവ് ഒരുമിച്ച് നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം മെനു ഒക്കെ നോക്കി എല്ലാവർക്കും വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഒരു വലിയ കാത്തിരിപ്പായിരുന്നു. കുറേ നേരം പോസ്റ്റ് അടുപ്പിച്ചിട്ടായാലും ഫുഡിങ് എത്തിയേ. വീട്ടിലും പോയി ആഘോഷിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ബാഗിനകത്ത് ഹാഫ് മന്തി വാങ്ങി പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ അവരുടെ നിന്ന് കുറച്ച് കഴിച്ചതേ ഉള്ളൂ, എനിക്കായിട്ടൊന്നും ഓർഡർ ചെയ്തില്ല. പിന്നെ നേരെ വീട്ടിൽ ചെന്നപ്പോൾ അയാനെ എന്നെ വെൽക്കം ചെയ്യാനായിട്ട് വന്ന് നിൽക്കുവാണേ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും കേക്കൊക്കെ വാങ്ങി എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നേ. പിന്നെ അധികം വൈകിപ്പിക്കാണ്ട് തന്നെ കേക്കൊക്കെ മുറിച്ച് കഴിച്ച് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന മന്തിയും എല്ലാവരും കഴിച്ചിട്ട് ഈ ബർത്ത്ഡേയും അടിപൊളിയായി തന്നെ പോയി. അങ്ങനെ ജീവിതത്തിലെ 24 വർഷങ്ങൾ എൻ്റെ അമ്മയെ എത്ര പെട്ടെന്നല്ലേ പോയത്. സമയമൊക്കെ ഇങ്ങനെ കണ്ണ് തുറക്കും മുന്നേ ഓടി അങ്ങ് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ ഡേ എന്തായാലും ഹാപ്പി ആയിരുന്നു, ഒരുപാട് ആഘോഷിച്ച്. അങ്ങനെ സന്തോഷത്തോടെ ബൈ ഫ്രം ട്രൂലി. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ.